ജൂലൈ 3 ദുഃഖ്രാന തിരുനാളാണ്. ദുഃഖ്രാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മ ദിനമെന്നാവുന്നു. അർമായ ഭാഷയോടും സുറിയാനി ഭാഷയോടുമാണ് ഈ വാക്കിന് ബന്ധമുള്ളത്. ഈ ദിനത്തിൽ ആരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്? ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെയാണ് ദുഃഖ്രാന തിരുനാളിൽ സഭാവിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ജൂലൈ 3 സഭാദിനം കൂടിയായിട്ടാണ് സീറോ മലബാർ സഭ ആചരിക്കുന്നത്. കാരണം തോമസ് അപ്പസ്തോലനാണ് വിശ്വാസത്തിൻ്റെ ദീപശിഖയുമായി ഭാരതത്തിൽ എത്തിയത്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ തോമസ് അപ്പസ്തോലൻ ശ്രദ്ധേയനായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായകമായ 2-3 മുഹൂർത്തങ്ങൾ തോമസ് അപ്പസ്തോലനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ലോകത്തിലെ തൻ്റെ ദൗത്യം പൂർത്തിയായി എന്ന് ബോധ്യമായപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം എന്ത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതാനാവില്ല. യേശു പറഞ്ഞ വചനത്തിൻ്റെ പൊരുള് മനസ്സിലായില്ല എങ്കിലും എല്ലാം അറിയാവുന്നവരെ പോലെ ശിഷ്യന്മാരിയ്ക്കുകയായിരുന്നു. അവിടെയാണ് തോമസ് അപ്പസ്തോലന് സത്യാന്വേഷിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെയാണ് വഴിയറിയുക? തോമസിൻ്റെ സംശയം അതായിരുന്നു. ഇതൊരു അവസരമായി എടുത്തുകൊണ്ട് കർത്താവായ യേശു സ്വയം വെളിപ്പെടുത്തി, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. രണ്ടാമത്തെ സന്ദർഭം ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. ലാസറിൻ്റെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം യേശു പ്രകടിപ്പിച്ചപ്പോൾ അവിടെ ശത്രുക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മപ്പെടുത്തി. അത് അവഗണിച്ച് ബേഥനിയായിലേക്ക് യാത്രയാകാൻ കർത്താവ് ഉരുമ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് തോമസ് പറഞ്ഞത്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്നാണ്. അത് തോമസ് അപ്പസ്തോലൻ്റെ ഗുരുവിനോടുള്ള വിശ്വസ്തതയുടെ ധൈര്യത്തിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ തീക്ഷ്ണതയായിരിക്കണം തോമസ് അപ്പസ്തോലനെ ഭാരതത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ചത്. ശിഷ്യന്മാർ ശത്രുക്കളെ ഭയന്ന് കതകടച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന അവസരത്തിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് തോമസ് അപ്പസ്തോലന് ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിനെ കണ്ട വിവരം തൻ്റെ സഹപ്രവർത്തകനായ തോമസ് അപ്പസ്തോലനോട് ശിഷ്യന്മാർ പറഞ്ഞു. എന്നാൽ തോമസ് അത് വിശ്വസിച്ചില്ല. തെളിവുകൾ ആവശ്യപ്പെടുകയാണ്. കർത്താവിനെ ഇത്ര അഗാധമായി സ്നേഹിച്ചതുകൊണ്ട് തനിക്ക് കർത്താവിൻ്റെ മറ്റൊരു പ്രത്യക്ഷം ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെയാണ് തോമസ് പറഞ്ഞത്, അവിടുത്തെ മുറിവുകളിൽ എൻ്റെ കരങ്ങൾ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോമസ് സംശയാലുവായിരുന്നുവെന്ന് പറയുന്നത്. തോമസ് അപ്പസ്തോലന് കർത്താവിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഉത്ഥാനം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും തോമസിനുണ്ടായിരുന്നില്ല. തോമസ് അപ്പസ്തോലന് സംശയിച്ചത് തൻ്റെ സഹപ്രവർത്തകരുടെ സാക്ഷ്യത്തെയാണ്, കർത്താവിൻ്റെ ഉത്ഥാനത്തെയല്ല. കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ സംശയമുണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരവസരം തീർച്ചയായും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുമായിരുന്നു. മറ്റൊരവസരത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും തോമസിനെ സവിശേഷമായി തൻ്റെ പക്കലേക്ക് വിളിക്കുകയും തൻ്റെ മുറിപ്പാടുകളിൽ കരങ്ങൾ വെച്ച് താനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് അവസരം കൊടുക്കുകയും ചെയ്തു. കർത്താവിനെ കണ്ടപ്പോൾ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥന പോലെ ഒരേറ്റുപറച്ചിൽ തോമസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതായത് ഉത്ഥിതനായ മിശിഹായെ കണ്ട് അത്ഭുതപ്പെട്ട് നടത്തിയൊരു പ്രാർത്ഥന എന്നതിനേക്കാൾ കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റുപറച്ചിലായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷ്യം
പത്രോസ്ലിഹായുടെ പക്കൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസറിയ ഫിലിപ്പിയിൽ എത്തിയപ്പോൾ കർത്താവ് ചോദിച്ചു ശിഷ്യന്മാരോട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരതിന് ഉത്തരം നൽകി. അത് കേട്ടതിന് ശേഷം കർത്താവ് അവരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പത്രോസ്ലിഹ പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈ വിശ്വാസ പ്രഖ്യാപനത്തെക്കാൾ ശ്രേഷ്ഠമായിരുന്നു തോമസ് അപ്പസ്തോലൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. കർത്താവ് എനിക്ക് ദൈവമാണ്, നാഥനാണ് എന്നുള്ള ഉത്തമ ബോധ്യമാണ് തോമസ് ഏറ്റുപറഞ്ഞത്. തോമാശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്ന നമുക്ക് ഈ ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. വിശ്വാസം ഒരു വികാരമോ ചിന്തയോ ബോധ്യമോ മാത്രമായിരുന്നാലും പോരാ, അതൊരു ജീവിത ദർശനവും ജീവിതക്രമവുമായി മാറണം. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അതായത് വിശ്വാസം ജീവകാരുണ്യ പ്രവൃത്തിയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് വിശ്വാസ ജീവിതം ദൈവ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റേതുമായി തീരണം എന്നാണ് സൂചന.